ഒരുമാരത്തെ എവിടെ പോയി കിടക്കുകയാണ് വന്നു. നേരത്തെ എത്താമെന്നും പറഞ്ഞിട്ട് വിളിച്ചു നോക്കാം. ഡാളിയാ, ഓ എത്തിയല്ലോ. ഇത് ഞാനെത്തിയിട്ടാ, ഷാർപ്പല്ലേ? ഇതാണ് ഇവിടെ നിന്ന് നിൻ്റെ 4 മണി, ഇപ്പോൾ 5 കുറച്ചല്ലേ, നീ അങ്ങനെ ചൂടാവില്ലടാ. അവനെത്തിയില്ലേ? എവിടെ? ഞാനാണേ വൈകണ്ടെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പല്ല് പോലും തേച്ചിട്ടില്ല. അതിന് നിൽക്കുന്ന പല്ലൊക്കെ തേച്ചിട്ടില്ലേ? നീ അവനൊന്ന് വിളിച്ചേ. ആ വെയിറ്റ്, ശബ്ദമുണ്ടാക്കാതെ അതായിരിക്കും നല്ലത്. സിന്ധു ഗാനീച്ച എൻ്റെ പാർത്തിത്തിലാണ്. ഇത് നോറി തോന്നി ശബ്ദം തന്നെ ഇരിക്കുന്നു. ശവം എൻ്റെ ചക്ക, നീ ഇതെവിടെ? എത്ര നേരമായി? ഞങ്ങളെപ്പോൾ വന്ന് നിൽക്കുന്നതെന്നറിയോ? ഡഡഡെന്നറി കൂടുതലുണ്ടാക്കല്ലേ. അവൻ വന്നെന്ന് പറഞ്ഞാലും നീ നേരത്തെ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. വെൽസേ മോനെ, ഇങ്ങോട്ട് വയ്ക്കണ്ട. ആ നീ ഇറങ്ങിയോ? ഇറങ്ങാൻ നോക്കുക, അപ്പോഴല്ലേ നീ വിളിച്ചത്. സിന്ധു അമ്മങ്ങാൻ എണീച്ചെൻ്റെ മോനെ, എൻ്റെ കഥ കഴിഞ്ഞു. പിന്നെ ഒരു പോക്ക് നടക്കില്ല. പൊന്നളിയ, എങ്ങനെയെങ്കിലും ചാടാൻ നോക്ക്. ആടാ, ഞാൻ നോക്കട്ടെ, നീ വിൽക്കേ. എന്തായി? ആ അവനിപ്പോൾ എത്തും. അടുക്കള വഴി പോവാം, അതായിരിക്കും കൂടുതലും നല്ലത്. ലൈറ്റ് വേണ്ട, റിസ്ക് എടുക്കണ്ട. പിടിച്ച് എങ്ങോട്ടാ? അത് പിന്നെ പപ്പ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ. അതിനെന്തിനാണ് ഈ ബാഗൊക്കെ? അത് പിന്നെ കിടന്ന് വിൽക്കണ്ട. ഇപ്രാവശ്യം എങ്ങോട്ടാ? ഒന്ന് ഗോവ വരെ. ഇവിടെ അടുത്തൊന്നും പോരാഞ്ഞിട്ടായിരിക്കും അല്ലേ ഗോവ വരെ പോണേ? നമുക്കങ്ങനെ ദുരാഗ്രഹങ്ങളൊന്നും ഇല്ലെന്നേ. ഡഡട മോനെ, എനിക്കിട്ട് തന്നെ ഊതല്ലേ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ചെല്ല്. നിൻ്റെ തള്ള എണീക്കുന്നതിന് മുന്നേ ചെന്നേക്ക്, അത് നല്ലത്. താങ്കു പപ്പയ്ക്ക് ഞാൻ എന്താ കൊണ്ടുവരണ്ടേ? എനിക്കൊന്നും വേണ്ടേ. നിൻ്റെ തള്ളയ്ക്കെന്തേലും കൊണ്ടുപോവാ, സോപ്പിടാൻ വേറെ വഴി വേണ്ടേ? ആ അതും ശരിയാ. സിന്ധുമ്മയ്ക്ക് ഇപ്പം എന്താ കൊണ്ടുവരാം? ഒരു നല്ല മരുമോളായാലോ? അത്രയ്ക്കൊക്കെ വേണോടാ? അല്ല, ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ച്. ചെല്ല്. ബായ് ദേവേട്ടാ. ഡാ ബായ്. സൂക്ഷിച്ച്. ഓക്കെ. ഇവനിത് എവിടെ പോയി കിടക്കണമെന്തോ? അതേ വരണോ? ഡമ്മായി പൊന്നു മോനെ ഹരിയെ, രാവിലെ തന്നെ തെറി വിളിക്കരുത്. നിന്നെപ്പോലെ അല്ലട മോനെ, നിനക്കറിയാലോ സിന്ധു അമ്മ സീനാണ്. അത് ഇവൻ പറഞ്ഞത് ശരിയാ. എനിക്ക് ഓർക്കാനേ മേല. പിന്നെ ഇറങ്ങാൻ നേരം പപ്പയെ പിടിച്ചു. എന്നിട്ടോ? പപ്പയല്ലേ, ഞാനങ്ങ് ചാടി. അപ്പം എങ്ങനെയാ മോനെ വലിച്ചേ? വണ്ടി എടുക്കല്ലേ? പിന്നല്ല. അപ്പോൾ നേരെ ഗോവയ്ക്ക്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാമോ തോന്നുന്നു. എൻ്റെ പൊന്നു കർത്താവേ, ഞാനൊരു പോയി വിളിക്കും എൻ്റെ അളിയാ. ഞാനും ഫെലിക്സ് ഇങ്ങോട്ട് നോക്കി, നല്ലല്ലേ? ഇവനെയും കൊണ്ട് ദൈവമേ, ഞാൻ കോഴിക്കോടാണോ വിളിച്ചോണ്ട് വന്നത്? ഹരി, നീയെങ്കിലും ഒന്ന് വേടാ. ഒരു മിനിറ്റ് അളിയാ, ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ, അതെങ്കിലും ആവുമല്ലോ. ഫെലിക്സ്, നാട്ടിലുള്ള പെൺപിള്ളേരൊന്നും കൂടി വാങ്ങിക്കുന്നതും പോരാഞ്ഞിട്ട് മാതാമ്മയുടെ കയ്യിൽ നിന്ന് കൂടി വാങ്ങിക്കാൻ നിൽക്കല്ലേ. നീ പോടാർക്ക, ഞാൻ ഈ മദാമ്മയ്ക്ക് ഒരു പണി എടുത്തിട്ട് വരണം. മദാമ്മ ചേച്ചി, അങ്ങനെയുള്ള ഇങ്ങനെ വിളിക്കേ. ഇതിനെയും കൊണ്ട് ചെറ്റ ഇങ്ങോട്ട് വാ.
സോറി സോറി ചേട്ടാ. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ. ഓഹ്, ഞാൻ മിക്കവാറും ഇവിടുന്ന് തല്ല് വാങ്ങിക്കും. ഇങ്ങോട്ട് മാറി. അവനും അവൻ്റെ ഒരു മദാമിയും നാട്ടിലും കോളേജിലുള്ള ഒരെണ്ണത്തിനെയും വിടില്ല. അതും പോരാഞ്ഞിട്ട് അവൻ്റെ ഒരു മദാമി. എന്നാൽ 4 അക്ഷരം ഇംഗ്ലീഷിൽ അറിയോ? അതും ഇല്ല. എന്നിട്ടാണ് എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ 10 തിരിച്ച് പറയണ്ടാണല്ലോ. ഇവനിതൊന്നും നിൽക്കിയതാ. അത് ഞാൻ അങ്ങോട്ടല്ലേ മാനെ ചോദിക്കണ്ടേ? താനെന്തിനോട് എൻ്റെ കൈ കയറി പിടിച്ചിരിക്കണേ? ഡാ ചക്ക, നിക്ക് എന്നെ പിടിച്ചിരിക്കണേ. അത് ഞാൻ അവനാന്ന് വെച്ചിട്ട് തനിക്കൊന്നും മിണ്ടിക്കൂടെ? പിന്നെ നോൺ സ്റ്റോപ്പായി വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട് ഞാൻ എന്ത് തേങ്ങ പറയാനാ? അത് സോറി, ഞാൻ തെറ്റിയാണെന്ന് വെച്ചിട്ട് സോറി ചേട്ടാ. ആൾ മാറിപ്പോയി. ഐ എം റിയലി സോറി. അല്ല, ഇയാൾ മലയാളിയാണോ? പിന്നെ ഇത്ര നാളെ ഞാൻ എന്താ മോനെ പറഞ്ഞുകൊണ്ടിരുന്നത്? സോറി, ഇറ്റ്സ് ഓക്കെ. സോറി ഒന്നും പറയണ്ട. ആക്ച്വലി ഞാനും ഒന്ന് കളിപ്പിച്ചതാ. എനിവേ, ഐ എം ജെറി. ഞാൻ ആദി ഇഷ്ടമാണോ? ആന്നേ, ഈ നാറികളെ കൊണ്ട് ഒന്നാണെങ്കിൽ കാട്ടുകോഴിയാന്ന് തോന്നുന്നു, അതിനും പിടിച്ചോട്ടെ ഞാൻ വന്നത്. ഞാനത് ഓർത്തില്ല. മറ്റേതാണ് ഈ ഫോട്ടോയും പിടിച്ചോട്ടൊക്കെ. താനെന്താ ചെയ്യണേ? ഞാൻ ഡിഗ്രി സ്റ്റുഡൻറ്റാണ്. ഓ, ഞാനും. ഓ, അപ്പം ഇത് കോളേജ് ട്രിപ്പ് വല്ലതും? അല്ലല്ല, ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പോകുന്നത്. ഇയാളും ഒറ്റയ്ക്കാണോ? ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഒരുത്തനുണ്ട്. ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അവനെ ഒരുത്തനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഉണ്ടെന്നാണ് ഒരു ന്യൂസ് കിട്ടിയത്. ആളിങ്ങനെ പാറിപ്പറന്നൊരു മനുഷ്യനാണ്. ഓ, അങ്ങനെ. കൊള്ളാം. അത് ഈ താൻ കാണിച്ചതിൻ്റെ മറ്റൊരു ടൈപ്പാട്ടോ. നല്ല കോഴിയാണ്. ആണല്ലേ? എന്തായാലും നമ്മൾ രണ്ടുപേരും പോസ്റ്റ്. തനിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഒരു കമ്പനി ഒന്നുകൂടെ. ഓ, പിന്നെന്താ, എനിക്കിവിടെ ബോർഡിങ്ങിനും. താൻ വായോ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടേക്കാം. ഇതുങ്ങളെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവരെ വിളിക്കണ്ടേ? അതുങ്ങൾ വന്നോളൂ. താൻ വായോ. എൻ്റെ പൊന്നു ഫിലിക്സെ, മതി. ഇനിയും നിന്ന് ആ മതാമ്മ നമ്മുടെ തല്ലും ഉറപ്പാ. നീയും നിൽക്കുമനെ, ഞാൻ നോക്കട്ടെ. ട്രൈ കണ്ടെങ്ങാനും അവൾ വീണാലോ. എവിടെയുടെ നക്ഷത്രമ്മ? അത് കാണിച്ചത്. നീ അവിടെ നിൽക്കി. എൻ്റെ പൊന്നു ഫിലിക്സ്, നീ ഒന്ന് വന്നേ. അങ്ങനെ സ്ഥാനത്തിൻ്റെ കൂടെയാണോ ഞാൻ വന്നത്? അവൻ എവിടെയാണോ അതിൻ്റെ പിന്നാലെ പോയാൽ മതിയായിരുന്നു. നാറീനെയും കൊണ്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതി. എന്തേണ്ടടാ, നമ്മുടെ ആദീനെ പോലെ തന്നെ ഒരാൾ. പൊട്ടാത്ത ആദി തന്നെയാണ്. വാ. അപ്പോൾ ശരിടാ, എന്നാലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഡത്തേണ്ടി, നീ ഇതെവിടെ ആയിരുന്നു? മിണ്ടിപ്പോരുത്. കണ്ട മാതാമ്മയുടെ കൂടെ പോയതും പോലെ. പിന്നെ ഇങ്ങനെ എനിക്കൊന്നും. ഇതാരാ? ഇത് ചെറി. എനിക്കിവിടുന്ന് പരിചയപ്പെടുത്താം. എനിക്ക് ഇത്ര നേരം കമ്പനി തരാം. ഇങ്ങനെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മിക്കൊക്കെ എവിടെ ഞാൻ പറയണില്ല. ഓ, ഹായ്, ഞാൻ ഫെലിക്സ്. ഞാൻ ഹരി. ഇവൻ പറഞ്ഞു. ശരി എന്നാ ആദി,
ഞാൻ ചെല്ലട്ടെ. ഓക്കേടാ, ബൈ. രണ്ട് എവിടെയായിരുന്നു ഇടവനെ എനിക്ക് നക്ഷത്രാമനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ട മാതാമന് പറയുന്നില്ല, തല്ല് കിട്ടിയില്ല എന്നുള്ളൂ. അല്ലെങ്കിൽ അവളൊന്നും ശരിയാവില്ലടാ. നീ ഇതൊന്നും നോക്കിയെൻ്റെ ആദ്യം. അല്ലെങ്കിൽ അവളൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. ഞാനും നമ്മുടെ നയൻസും. ആര്? നയൻതാര. ആ തന്നെ. എപ്പടി? പിന്നെ താജ്മഹലിൻ്റെ മേലിൽ ടാർപ്പായി പിടിച്ച പോലെയല്ലേ? ശരിക്കും ആന്നേ. അളിയ നീ എന്നെ ആക്കിയതല്ലോ അല്ലേ? അല്ല, ഞാനങ്ങനെ ചെയ്യൂ? പിന്നല്ല, ഈ പൊട്ടനായിരിക്കും പറഞ്ഞ് മനസ്സിലായില്ല. മതിയുടെ ഊക്കിയത് ഒരു സുഖം. എൻ്റെ പൊന്നളിയാ, എൻ്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. നീ എന്നെ ഒന്നും നുള്ളിയടാ. ഒന്ന് പോടാപ്പാ, നിനക്ക് വേണമെങ്കിൽ നീ മുള്ളി, എന്നെ ഒന്നും വിളിക്കണ്ട. ഓ, ഇതാദ്യമാണല്ലേ? ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. സോറി അളിയാ. ഇത് രണ്ടാളോടും കൂടിയാ, ഓവറാക്കണ്ട. ഞങ്ങളങ്ങനെ ചെയ്യൂ? നിങ്ങളെ ചെയ്യൂ. ഇപ്പോഴാണ് ആദ്യം അത് ശ്രദ്ധിക്കുന്നത്. ഹേയ് ജെറി. അവൻ തിരിഞ്ഞു നോക്കി. ആദി, താനിവിടെ? ഞാൻ വിചാരിച്ചേയില്ല. ഇപ്പോഴും താൻ ഒറ്റയ്ക്കാണല്ലോ, ഫ്രണ്ട് വന്നില്ലേ? അവൻ ഇവിടെ എങ്ങാണ്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ വരാറാണ് ചാൻസ്. അതെന്തായാലും നന്നായി. ആൾ വരും വരെ വായോ, ഞങ്ങൾ തരാം കമ്പനി. സെറ്റ്. ഇത്ര നാളപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല. അവനെൻ്റെ ബെസ്റ്റ് ബഡിയാണ്, ഐ മീൻ സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ടാണ് ഞാനും നാട്ടിലായിരുന്നു, അവനിവിടെ ആയിരുന്നു. അവൻ പിന്നെ ഒരിടയ്ക്ക് നിൽക്കുന്ന സാധനമല്ല, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കും. ഒരു പ്രത്യേകതരം മനുഷ്യനാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അവനെ കണ്ടേ പറ്റുള്ളൂന്നായി. വല്ലാണ്ട് മിസ് ചെയ്യണം. ആൾ വളരെ ലക്കിയാന്ന് തോന്നും. ഭയങ്കരമായിട്ട് നീ പറയുന്നുണ്ട്. അവനെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അതെന്തായാലും നന്നായി. ഹേയ്, what is wrong? Just a minute man, he's coming. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ? ഇതിനു മുമ്പ് എവിടെയാണ് കറങ്ങിത്തിരിഞ്ഞ് അവൻ എത്തിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരറിവ് വെച്ച് അങ്ങനെ പോകുന്നതാണ്. സെറ്റ്. ഗായ്സ്, ഇറ്റ്സ് മീ റാം. ആർ യു റെഡി? यार कोई एसी चला दो यार. सही है. बाकी सारे फेक लगे, ब्रेक लगे, दूर से ठीक है, तो सेक लगे. इतना हाय हुआ कि थर्मामीटर टूट गया. सही है का पक्के आए पसीना छूट गया. ऐसी लगती है बंदी तू बनती है, सती मैंने कर दी है. ചെറി, വാട്ട് ഇസ് സർപ്രൈസ് മാൻ. എത്ര നാളായി നീ എന്താ ഇവിടെ? നീ എപ്പോഴാ വന്നേ? എങ്ങനെ വന്നേ? പിന്നെ എന്തൊക്കെയുണ്ട്? എൻ്റെ പൊന്നുറാമേ, ഒന്ന് നിർത്ത് പതുക്കെ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് തണ്ടി വന്നേ. നിനക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലല്ലോ. എൻ്റെ പൊന്നളിയാ, ഇങ്ങനെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു. വല്ലാതെന്ന് പറഞ്ഞാൽ വല്ലാതെ. ആക്ച്വലി ഞാൻ നെക്സ്റ്റ് വീക്ക് അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു നാട്ടിലേക്ക്. എല്ലാം നിർത്തി പോരാന്ന് വെച്ചതാണ്. ഇനി എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ പൊന്നളിയ, ഇവിടെയൊന്നും രാമാന്നൊന്നും കയറി വിളിച്ചേക്കില്ലേ. ഇവർക്ക് ഞാൻ അങ്ങനെ ഇരിക്കണേ. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കളയത് അത് ഞാൻ കേട്ടു. അപ്പോൾ നിന്നെയാണ് ഇവർ ഇത്ര നേരം അന്വേഷിച്ച്. ഭയങ്കര ഫേമസ് ആണെന്ന്. എവിടെ പബ്ബുണ്ടോ അവിടെ ഈ രാമുണ്ടെന്നാണല്ലോ. അത് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. അല്ല, ഇതൊക്കെ ആരാ? എൻ്റെ ഫ്രണ്ട്സാണോ? ഫ്രണ്ട്സായിട്ട് കുറച്ച് നേരമായി. ഞങ്ങൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ടതാ. കൊള്ളാലോ. ഹായ്, ഞാൻ റാം.
ഹായ്, ആദി. ഫെലിക്സ്. തൻ്റെ പേരെന്താ? ഹരി. ഓ, യു ലുക്സ് ലൈക്ക് എ ക്യാറ്റ്. എന്താ? എഴാം, ഖമോൺ. യാ, ജസ്റ്റ് എ മിനിറ്റ്. ഫുൾ ഗേൾസ് ആണല്ലോ മോനെ. പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഇതൊക്കെ ഡ്രസ്സല്ലടാ. ഞാനൊന്ന് കമ്പനി കൊടുത്തിട്ട് വരാം. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഹേ ഗായ്സ്, ടുഡേ ഐ എം സോ ഹാപ്പി ബിക്കോസ് എൻ്റെ പഴയൊരു കളഞ്ഞു കിട്ടിയ വേണമെങ്കിൽ എൻ്റെ എല്ലാം എൻ്റെ ഫ്രണ്ട് അവനെ എനിക്ക് തിരിച്ചു കിട്ടി. ഐ മീൻ അവൻ എന്നെ കാണാൻ വന്നു. സോ ഇന്ന് എൻ്റെ വക എല്ലാവർക്കും ഡ്രിങ്ക് ഫ്രീ. സോ ലെറ്റ്സ് എൻജോയ് ദ പാർട്ടി. घर में ഓ, സീന് മനുഷ്യനട്ടാ. ഇയാൾ കൊള്ളാലോ. ചെറി, എന്താ ഡാൻസ്? പിന്നെ കണ്ട പെൺപിള്ളേരോട് കളിക്കുന്നതല്ലേ. അളിയാ, നീ എന്തേലും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഹേയ്, നിങ്ങൾ തുടങ്ങിയില്ലേ? ചെറുതായിട്ട്. പബ്ബിലൊക്കെ വന്ന് മിണ്ടാതിരിക്കരുത്. വാ 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 വാ, ലെറ്റ്സ് എൻജോയ്ഡാ. ഓ, നിനക്ക് പിന്നെ പണ്ടും അങ്ങനെയാണല്ലോ, കുടി അതൊന്നും. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ നിന്നെ കാണാൻ. ഓക്കെ ഓക്കെ, നിങ്ങൾ വാ പിള്ളേരെ. അങ്ങനെ ഹരിയും ജെറി ഒഴികെ ബാക്കി എല്ലാവരും അടിച്ച് ഫിറ്റായി. ഓ, ഇതുങ്ങളെയും കൊണ്ട് ഞാനിപ്പോൾ എങ്ങനെ പോവാം? ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. ഇവിടെ റൂംസ് ഉണ്ടോ? ആടാ. ഡാളിയ, റാമേ എണീക്ക്. ഞാനില്ല, ഞാൻ ഈ പൂച്ചയുടെ കൂടെ ഇവിടെ ഇരുന്നോളാം. ഓ, ഇവൻ ഇടിക്കണം. ജെറി, ഡാ കുഴപ്പമില്ല, താൻ്റെ ആദ്യം എടുത്തോ, ഞാൻ ഇവനെ റൂമിലേക്കാം. ഓ, അപ്പം ഈ നാറിയോ? ഡാ ഡാ ഫിലിക്സേ എണീക്ക്. ഓ, ചെറ്റ. ഹരി, വെയിറ്റ്. എക്സ്ക്യൂസ് മീ. യെസ് സാർ. ഡാ മോനെ, ഇവനെ ഒന്ന് റൂമിലേക്കാക്കാം. ഓ യെസ് സാർ. ഹേയ്, ഡോണ്ട് ടച്ച് മീ. ഓ, പിന്നെ ടച്ചാൻ പറ്റിയൊരു കോലം. മോനെ, നീ അതിനെടുത്തേരെ. ഓ, ആകെ കുരുട്ടടക്ക പോലെ ഇരിക്കുന്നത്. എന്നിട്ട് ഒടുക്കത്തെ വെയിറ്റും. ഇനി ആ ഫിലിക്സിൻ്റെ അവിടെ പോട്ടെ. ആ കൊച്ചിന് എന്തെങ്കിലും ചെയ്തോ എന്തോ. ഇവിടെ പൂച്ച തോന്നിത് എങ്ങോട്ടോ? പൂച്ച നിൻ്റെ മറ്റവള്. താങ്ക്സ്. എവിടെ ഒരു ഹെൽപ്പ്. എന്നെ ഒന്ന് അവിടെ വരാൻ കൊണ്ടേക്ക്. എങ്ങിട്ട്? ശുശുവാ ഇതൊന്നും മുള്ളാൻ. ഇനി നിന്നെ മുള്ളാൻ കൊണ്ടുപോകാൻ ഞാൻ അത് തന്തയോ? അല്ല ചാരി. എന്താ? ഒന്നുമില്ല, താൻ പൊക്കോ. ഇതെൻ്റെ സ്വന്തം പാറ. സോ ഞാൻ എവിടെ മുള്ളിക്കോളാം. താൻ പൊക്കോ. ഡാൻസ് അപ്പോൾ ഇതൊക്കെ ആരാണ് കണ്ടുപിടിച്ച്? ഇതിനെ കൊണ്ട് നാണം കെടുത്തിക്കൊടും. വാ, ഇത് നേരത്താണോ എത്തും? നോക്ക് ജെറി, ഞാൻ ഫിറ്റൊന്നും അല്ലല്ലോ. പിന്നെ അല്ലേ അല്ല. ആ, നിനക്കേ അത് മനസ്സിലാവുള്ളൂ. ആ ഹരിക്ക് പോണെങ്കിൽ മനസ്സിലാവില്ല. പിന്നെ എന്ത് ക്യൂട്ടാടാ. അത് ഞാനല്ലേ പറയണ്ടേ. നിൻ്റെ ഈ കുഞ്ഞി കണ്ണ്, പിന്നെ ഈ കുഞ്ഞു മൂക്ക്. ഒരു സത്യം പറയട്ടെ. എന്താ? യുവർ ലിപ്സ് ലൈക്ക് എ സ്ട്രോബെറി. ഷോ, എനിക്ക് നാണം വേണം. സത്യം പറയാലോ, ഈ ഒരു ഗേളായിരുന്നു ഞാൻ എപ്പോഴും നിന്നെ പ്രേമിച്ചാണ്. സത്യം. ചെക്കന്മാർ ഇത്ര ഭംഗിയുണ്ടാവും? നീ റയർ. അല്ല, ബോയ് ആണെങ്കിൽ നിനക്ക് പറ്റില്ലേ? ബോയ് ആണെങ്കിൽ എങ്ങനെ പ്രേമിക്കുക? അച്ഛേ, ആ നടക്കില്ല. ഇവിടെ പെണ്ണിനെ തന്നെ കിട്ടാൻ പോണില്ല. ഇപ്പോഴാണ് ബോയ്. ആദ്യ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് വീണ്ടും കുടിക്കാൻ ശ്രമിച്ചു. മതി കുടിച്ചത്.
അത് വാങ്ങുന്നിടയ്ക്ക് ജെറിയുടെ ദേഹത്തേക്ക് അത് മറിഞ്ഞു. സോറി. ഓ എൻ്റെ പൊന്നു, ഇതിനെ കൊണ്ട് സോറിടാ. ബാ ഞാൻ കഴിത്തരാം. നല്ല ആളാ, ഞാൻ ചെയ്തോളാം, നീ ഇവിടെ ഇരുന്നേ. വേണ്ടാന്ന്, ഞാൻ ചെയ്തുതരാം, ഞാനല്ലേ മറിച്ചേ. അവനവൻ്റെ ഷർട്ട് അയക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ ഒരു എക്സ്പ്രഷനും അവനിൽ പുതിയൊരു അമ്പൂലും അറിയാതെ, കർത്താവേ ഇവനിത് എന്തിനുള്ള പുറപ്പെടാം. എൻ്റെ കൺട്രോൾ ദൈവമേ, കൺട്രോൾ ദൈവങ്ങളെ, കൺട്രോൾ തരണേ. ആദി മര്യാദയ്ക്കിരിക്കേ, ഞാനാക്കിത്തരാം. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ജെറി അവൻ്റെ കൈ മാറ്റി തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ചു. എന്നാൽ ആദ്യം അവനെ ഹഗ് ചെയ്തു. പോവല്ലേ, കുറച്ചു നേരം കൂടി. അവൻ്റെ കൈകളെടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ജെറിക്കത് സാധിച്ചില്ല. അവൻ പതുക്കെ തിരിഞ്ഞു. ഇരുവരും കണ്ണുകളിലേക്ക് നോക്കി. ആദ്യമാണെ ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൻ്റെ ആ നീലമിഴികൾ നോക്കിയിരിക്കാൻ അവന് തോന്നി. ജെറി പരമാവധി അവനിൽ നിന്നും കണ്ണെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവനത് സാധിച്ചിരുന്നില്ല. അവരറിയാതെ തന്നെ അവരുടെ ഇടയിലുള്ള അകലം കുറഞ്ഞു വന്നു. അക്കം പക്കം യാരുമില്ല ഭൂലോകം വേണം എന്നാസൈதான் ഉന്നിറുക്കത്തിലെ എന്നായുൾ വരെ ഉണ്ണരപ്പിനിലെ വേറെന്ന വേണ്ടും ഉലകത്തിലെ இந்த இன்பம் போதும் நெஞ்சினிலே ஏழு ஜென்மம் வாழ்ந்திருப்பேன் அக்கம் பக்கம் யாரும் இல்ல பூலோகம் வேண்டும் அந்த பகல் உன்னருகே நான் வாழ வேண்டும் என் ஆசைதான் உன் இறுக்கத்திலே என் ஆயுள் வரை